കച്ചറ ഒന്നുമല്ല. അത് ഈ വണ്ടിയിൽ നിന്ന് ഈ മലയിൽ എന്ന് പറഞ്ഞാൽ ആ ഫുഡ് പ്രൊഡക്റ്റിന്റെ സാധനങ്ങളാണ്. വണ്ടി മറിഞ്ഞപ്പോൾ അതിൽ നിന്ന് പൊന്തി കിടക്കുന്ന സാധനങ്ങളാണ് കച്ചറകളൊന്നും മാലിന്യ കച്ചറകളൊന്നും ഇല്ല. വെള്ളം ഉപയോഗിക്കാനും വേണ്ടിയിട്ട് 3-4 ആൾക്കാർ എടുക്കുന്ന വെള്ളമാണ്. മാലിന്യ വെള്ളമല്ല, നല്ല വെള്ളം തന്നെയാണ്. ഒരിക്കലും ഇത് പൊന്തി കിടക്കണമൊന്നും കച്ചറയല്ല. ഓക്കെ, ഇതെല്ലാം വണ്ടിയിലുള്ള പ്രൊഡക്ട്സ് ആണ്. എല്ലാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതാ പോലീസും ഫയർഫോഴ്സും എല്ലാവരും അവരെടുത്ത് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ സാധനങ്ങളും ഇപ്പോൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഇതൊരു മാലിന്യമല്ല, ഇതൊരു ഫുഡ് പ്രൊഡക്റ്റാണ്. ഇത് ഏകദേശം 1:10 എന്നാണ് പറയുന്നത്. നമ്മളാരും ഇവിടെ ഉണ്ടായിട്ടില്ല, നമ്മളെല്ലാവരും പള്ളിയിലായിരുന്നു. ജുമാക്ക് പോയ സമയത്തായിരുന്നു, ആളുണ്ടായിരുന്നില്ല. അങ്ങനെ ബ്രേക്ക് പോയതാണെന്നാണ് പറയുന്നത്. എന്താ സിറ്റുവേഷൻ നമുക്കറിയില്ല, കൃത്യമായിട്ട് നമുക്കറിയില്ല. അവർ ഈ പ്രദേശം കണ്ടപ്പോൾ, നല്ല സ്ഥലം കണ്ടപ്പോൾ ഇങ്ങോട്ട് വന്നതാണോ തോന്നുന്നത്. ഇറങ്ങി വന്നപ്പോൾ വലിയൊരു ഇറക്കാണത്. ഡ്രൈവർ പുതിയതാണോ എന്നൊരു സംശയമുണ്ട് എന്നാണ്, കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ അറിയാത്തൊരു ഡ്രൈവർ ആയതുകൊണ്ടായിരിക്കും. അല്ലാതെ അങ്ങോട്ട് നേരെ കൊണ്ടുപോകാനുള്ള ഒരുപാട് ഏരിയകളൊക്കെ ഉണ്ട്. നേരെ സമയം അതാണ് സംഭവിച്ചത്. ഈ ലോറിയിൽ നിന്ന് വീണ ചാക്കുകെട്ടുകളാണ്, ഭക്ഷ്യ പദാർത്ഥങ്ങൾ അടങ്ങിയ ചാക്കുകെട്ടുകളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് നീക്കുന്നത്. ഈ കുടിക്കാനടക്കം ഉപയോഗിക്കുന്നൊരു വെള്ളമാണെന്ന് നാട്ടുകാർ പറയുന്നു. എന്തായാലും ഇത്ര അടിയും താഴ്ചയുള്ള ഒരു കോറി കുളത്തിലാണ് ഒരു മനുഷ്യൻ പെട്ടുകിടക്കുന്നത്. എത്രയും വേഗം ഇതിന്റെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കേണ്ടതാണ്. പക്ഷേ സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ, ഒരു ക്രെയിൻ വന്നാൽ മാത്രമേ ഇനി അടുത്ത ഒരു പരിഹാരമാകുള്ളൂ എന്ന നിലയ്ക്കാണ് ഉദ്യോഗസ്ഥരൊക്കെയും പറയുന്നത്. പക്ഷേ 1:10 നടന്ന അപകടമാണെന്നാണ് മനസ്സിലാക്കുന്നത്. 2 മണിക്കൂർ പിന്നിടുമ്പോഴും ഒരു മനുഷ്യൻ ഇപ്പോഴും, ഒരു ജീവൻ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. ഒരു ക്രെയിൻ ഇതുവരെയായും എത്തിയിട്ടില്ല. എപ്പോഴെത്തും എന്നുള്ളതാണ് ചോദ്യം. കാരണം എത്രയും പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കേണ്ടതുണ്ട്. ഒരു ജീവൻ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിൽ ഈ പ്രദേശത്ത് ആ കോറിക്ക് പുറമെ ഒരു കൈവരി പോലും വെച്ചിട്ടില്ല, ഒരു ബോർഡ് പോലും കാണാനില്ല. ഇരുചക്ര വാഹനങ്ങളടക്കം നേരത്തെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് അറിയാത്തത്. അതിലേക്കൊക്കെ കടക്കണം. പക്ഷെ അതിനു മുൻപ് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ നടക്കേണ്ട കാര്യം.